ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ നിറയെ പൂക്കൾ തരുന്ന ഒട്ടും തന്നെ ചിലവുകളില്ലാത്ത ഒരു ചെടിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവാറുണ്ട്, വീട്ടിലും വളർത്താറുണ്ട്. അതാണ് കേട്ടോ ഇത്, ആ ഒരു പൂവാണ് കേട്ടോ ഇത്. ഈ ചെടിക്ക് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ തരും. ഇതിപ്പോൾ 2-3 കളേഴ്സ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇത് വൈറ്റാണ്, നല്ല വൈറ്റ് കളറാണ്, പ്യുവർ വൈറ്റാണ്. നിറയെ പൂക്കളുണ്ടാവും. പിന്നെ ഈ ഒരു പൂവ് ഉണ്ടായാൽ 3 ദിവസമൊക്കെ ഇങ്ങനെ വാടാണ്ട് നിൽക്കും കേട്ടോ. നമുക്ക് നിലത്ത് തന്നെ സെറ്റ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ നിലത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നന്നായിട്ട് ബുഷിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതായത് ഇതിലൊക്കെ ബുഷിയായിട്ട് വന്നിട്ട് മൊട്ടിട്ടിട്ടുണ്ട്. നമുക്ക് നിറയെ പൂക്കളൊക്കെ തരും. ഇത് പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ പോട്ടിൽ നട്ട് വളർത്താം നമുക്കിത്. പോട്ടിൽ നട്ട് വളർത്തുമ്പോൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. നിലത്താവുമ്പോൾ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിതിപ്പോൾ നിലത്താണ് നട്ടിട്ടുള്ളത്, വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തളിർപ്പുകളൊക്കെ വന്നിട്ട് മൊട്ടുകൾ ഇട്ടിട്ടുണ്ട്, പൂക്കളായി വരുന്നുണ്ട്. ഇനി ഇതിന് വേറെ കളേഴ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് അതിൻ്റെ തന്നെ വേറൊരു കളറാണ്. ചെറിയൊരു വയലറ്റും വൈറ്റും ചെറിയൊരു യെല്ലോ ഒക്കെ മിക്സായിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ. ഇതിലും നിറയെ പൂക്കളുണ്ട്. പിന്നെ ഇത് അതിൻ്റെ തന്നെ കുറച്ചൊരു ക്രീം കളറാണ്. വീഡിയോയിൽ കളർ വ്യത്യാസം അത്രയ്ക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല. പ്യുവർ വൈറ്റ് അല്ല, ചെറിയൊരു ക്രീം കളറാണ് കേട്ടോ. ഇതിലൊക്കെ നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അപ്പോൾ നിലത്താണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പൂക്കളൊക്കെ ആയിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് തളിർത്ത് വന്നിട്ട് വീണ്ടും വീണ്ടും ഇതിൽ പൂക്കൾ ഉണ്ടാവും. അതിൻ്റെ തന്നെ ഡാർക്ക് കളറാണ് കേട്ടോ ഇത് നിറയെ പിടിച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു കുഞ്ഞൻ തൈയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ പൂക്കളായി വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതിൻ്റെ തന്നെ ഡാർക്ക് കളർ വ്യത്യാസം, ഇതിൻ്റെ കളർ വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ വേറെ കളേഴ്സ്, ക്രീം കളറും പിന്നെ ഈ ഡാർക്ക് കളറും വൈറ്റും ഒക്കെ ഞാനൊന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് പോട്ടിൽ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ബുഷിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ വേറൊരു പോട്ടിൽ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടുമുറ്റത്ത് നിറയെ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ തരത്തിലുള്ള പൂക്കളൊക്കെ നട്ട് വളർത്താം കേട്ടോ. നിറയെ പൂക്കൾ എന്നും ഉണ്ടാവും. പിന്നെ അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം വെയിൽ കിട്ടിയാൽ മതി. നമ്മളിപ്പോൾ റോസൊക്കെ വളർത്തുകയാണെങ്കിൽ അതിനെ ഇടവിട്ട് 15 ദിവസത്തിലൊരിക്കലൊക്കെ വളം ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇതിനങ്ങനെയൊന്നുമില്ല. ഒരു മാസം അഥവാ 2 മാസം ഒക്കെ കഴിഞ്ഞിട്ട് വളം ഇട്ട് കൊടുത്താലും അതിൽ നിറയെ ഒരു പരിഭവമില്ലാതെ നിറയെ നമുക്ക് പൂക്കൾ തരും. നിറയെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയല്ലേ. വീട്ടുമുറ്റത്ത് നിറയെ പൂക്കൾ ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള ചെടികളൊന്ന് വളർത്തി നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.